എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് കീരൈ സാദം എന്ന് തമിഴിൽ പറയും. സാദം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണം, ചോറ് തന്നെ റൈസിൻ്റെ വ്യത്യസ്തൊരു രൂപമാണ്. അതായത് അതിലേക്ക് വേണ്ട കറിക്ക് വേണ്ട സംഗതികളൊക്കെ ചേർത്തുകൊണ്ട് ഒന്നിച്ച്, അതായത് വെവ്വേറെ കറികളൊന്നും ഇല്ലാതെ ഒന്നിച്ച് തന്നെ എടുത്ത് കഴിക്കാവുന്ന പ്രത്യേക പ്രിപ്പറേഷനാണ്. അങ്ങനെ കീരൈ സാദം, പരിപ്പ് സാദം, തക്കാളി സാദം, ലെമൺ സാദം, തൈർ സാദം, മല്ലി സാദം, ഇങ്ങനെ പല സാദങ്ങളുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കീരൈ സാദമാണ്. നമ്മൾ പുളിസാദം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, കാണാം. അപ്പൊ ഇന്ന് കീരൈ സാദമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കീരൈ സാദത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു വീഡിയോ ആക്കാമെന്ന് തീരുമാനം വന്നത്. ആദ്യം അതിനുള്ള എന്താ വെച്ചാൽ, ആദ്യം ചോറ്, നല്ല മട്ടേരി ചോറ് ഏതായാലും കുഴപ്പമില്ല, ആ ചോറ് വാർത്ത് എടുത്ത് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം ഒരു കലത്തിൽ, മൺകലമാണ് ഏറ്റവും നല്ലത്, പരിപ്പിട്ട് വേവിക്കുക. പരിപ്പ് വെന്തതിന് ശേഷം ആ വേകുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമുള്ള മുളക്, പച്ചമുളക് ചേർക്കാം. അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുക. പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ചീര, പച്ച കളർ ചീരയാണ് ഏറ്റവും നല്ലത്. ചീരയും കൂടെ ചേർത്ത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ ചതച്ചത് ഉള്ളിലേക്കിട്ട ശേഷം തീ ഓഫാക്കുക. എന്നിട്ട് ഒരു പ്രത്യേക ഒരു ഉരുണ്ട ഒരു പരിപ്പ് മുട്ടി എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, അതപ്പോൾ കാണിക്കാം. ഇതാണ് പരിപ്പ് മുട്ടി എന്നൊരു സാധനം. ഇതുപയോഗിച്ച് ആ വെന്ത ചീരയും പരിപ്പും കൂടി ചേർന്ന് മൺകലത്തിലാണ് നോക്കുക. അതെടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് വട്ടത്തിൽ കടഞ്ഞ് ഉടച്ച് മിക്സ് ചെയ്യാം. മിക്സ് കടയെന്ന് വെച്ചാൽ പാത്രത്തിനുള്ളിലേക്ക് ഇതിൻ്റെ ഈ ഭാഗം വരണം. അതിന് ശേഷം കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ നല്ല അമർത്തി ഇങ്ങനെ തിരിക്കണം. അതാണ് കടയുക എന്ന് പറയുന്നത്. അങ്ങനെ അത് ഉടച്ച് ഒരു യൂണിഫോം, ഒരു ഹോമോജീനസ് രൂപത്തിലാക്കി മാറ്റുക. മാറ്റിയതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക, പാകത്തിനല്ലെങ്കിൽ ഉപ്പ് കൂടി ചേർക്കുക. അതങ്ങനെ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുക. നമ്മൾ ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് പരിപ്പും ചീരയും ചേർന്നുള്ള ആ ഒരു കറി, അതാണ് നമ്മളുടെ ചീരക്കറി. അത് ചേർത്ത് സാദാ ഒന്ന് ചാക്കുന്ന വിധമാണ്. വെറുതെ ചേർത്ത് കുഴക്കുകയാണെങ്കിൽ സാധാ കറി ഒഴിച്ച് ടേസ്റ്റാണ്. അതേ സമയത്ത് വേറെ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് മറ്റൊന്നായിരിക്കും. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ പരിപ്പ് ചീരയും കളഞ്ഞത് നെയ്യ് കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിനകത്ത് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് പരിപ്പ് സാദം ഉണ്ടാക്കാനുള്ള പാത്രം. ഒരു ചീനച്ചട്ടി പോലെയുള്ള പരന്ന വായു വിസ്താരമുള്ള ഒരു മൺപാത്രം എടുക്കുക. ഇത് വേവിച്ച് ഊറ്റി വച്ചിരിക്കുന്ന ചോറാണ്. ഇതിനടുത്തത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പരിപ്പും ചീരയും ചേർത്ത് കറി, അതാണിത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് നുറുക്കിയെടുക്കലാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. ചീരയിൽ തന്നെ നമ്മൾ മുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ ഉള്ളിയിലേക്ക് എക്സ്ട്രാ മുളക് ചേർക്കേണ്ടതില്ല. ഇത് ചേർക്കേണ്ട നെയ്യാണ്. ഇപ്പോൾ ഞങ്ങളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പ്രോഡക്റ്റായ മിൽമയുടെ ശുദ്ധമായ നെയ്യാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇതൊരു ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇനി ആ നെയ്യൊന്ന് ചൂടായി ഉരുകട്ടെ. ഇപ്പം നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉള്ളി ആദ്യം ഇടാം. ആദ്യം ഉള്ളി നമ്മൾ ചേർക്കുകയാണ്. തൈർ സാദത്തിനും മറ്റും ചേർക്കുന്നത് പോലെ കടുകോ ജീരകമോ ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. ഇനി കരിവേപ്പില ചേർക്കുന്നു. പിന്നെ അതിലേക്ക്
ഒരു സ്വല്പം ഉപ്പ് ചേർക്കുന്നു. ഇത് കേരള സാധമായതുകൊണ്ട് ഓണിയൻ കൂടുതൽ മൊരിയുകയോ ബ്രൗൺ കളറോ ആകേണ്ട കാര്യമില്ല. നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ ചവയ്ക്കാൻ ഓണിയൻ പീസ് നമുക്ക് കിട്ടണം. ഇത്രമായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളുടെ പരിപ്പും ചീരയും ചേർത്ത് കടഞ്ഞിരിക്കുന്ന കറി നമ്മൾ ചേർക്കണം. ഈ പരിപ്പും ചീരയും കടയുന്നതിന്റെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നമ്മളത് ചെയ്ത് ഇടുന്നതായിരിക്കും. ഇനി അത് നന്നായിട്ട് ചൂടായി അതൊന്ന് പറ്റണം. വീഡിയോയിൽ ഇത്തിരി ഫാസ്റ്റായിട്ടിട്ടിരിക്കുകയാണ്. വറ്റി വരാനായിട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാ പരിപ്പും ചീരയും നെയ്യും ഒക്കെ ചേർത്ത് ചൂടാകുമ്പോൾ നെയ്യിൻ്റെ വാസന നന്നായിട്ട് വരുന്നു. അതാണ്. അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. വെള്ളമൊക്കെ വറ്റി അല്പം നനവുണ്ട്. നമുക്ക് ചോറ് ചേർക്കാം. ഇതും സ്പീഡാക്കി ഇട്ടു, ലാഗ് അടുപ്പിക്കണ്ടെന്ന് കരുതി. വെറും ചോറിൽ ഈ കറി ചേർത്ത് കുഴയ്ക്കുന്ന കിട്ടുമ്പോൾ ടേസ്റ്റും ഒന്നിച്ചിങ്ങനെ ചൂടാക്കുമ്പോൾ ഉള്ള ടേസ്റ്റും രണ്ടും വ്യത്യസ്തമാണ്. അത് രണ്ട് തരത്തിലും കഴിച്ചു നോക്കുന്നവർക്ക് മാത്രമേ ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. നല്ല മണം. അങ്ങനെ നമ്മുടെ കീരൈ സാദം റെഡി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കീരൈ സാദം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അത് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. റെഡി ആയാൽ തന്നെ നമ്മൾ തീ ഓഫാക്കുന്നുണ്ട്. ഓഫാക്കിയ ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. കീരൈ സാദം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ അച്ചാറോ ചമ്മന്തിയോ ഈർപ്പം കൂട്ടാം. ഒന്നും കൂട്ടാതെയും നമുക്ക് കഴിക്കാവുന്നതാണ്. കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈസിയായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഓരോരുത്തരും വീട്ടിൽ തയ്യാറാക്കാം. ഹെൽത്തിയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് ചീര അത്ര കഴിക്കാൻ പറ്റാത്തയും ഇഷ്ടപ്പെടാത്തയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ ഗീ ഒക്കെ വരുമ്പം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷമുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ചീര ഇഷ്ടമില്ലാത്ത കുട്ടികൾ ധാരാളം പേരുണ്ട്. അവർക്ക് ചീര കഴിപ്പിക്കാൻ. കാരണം ചീരയിൽ വിറ്റാമിൻ എയും ഡിയും
ഇയും ധാരാളം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ഗ്രീൻ വെജിറ്റബിൾസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഗ്രീൻ വെജിറ്റബിൾസ്, എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് മാത്രമല്ല, വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഈ പരിപ്പും ചീരയും ചേർത്തതിന് പകരം ബാക്കി ഏത് വെജിറ്റബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള സാദം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ. താങ്ക് യു.